ഈ ആരോപണ വിധേയരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നത് അത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഈ ആരോപണ വിധേയരായ ആളുകളുടെ ഇരകളുടെ കൂടെ ഇരുത്തി സിനിമാ കോൺക്ലേവ് നടത്തും എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്തിനാണ് പിണറായി സർക്കാർ, എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വിരുദ്ധ സർക്കാരായി മാറുന്നത്? സ്ത്രീ വിരുദ്ധ സർക്കാരാണ്, സ്ത്രീ വിരുദ്ധ നിലപാടാണ് ഈ സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ ഈ നിലപാട് സ്വീകരിക്കുന്നു? ഈ 5 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരവും തീരുമാനവും ഉണ്ടായാൽ ഈ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. ലോങ് ടൈമിലേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഒരു തൊഴിലിടം എന്നുള്ള നിലയിൽ ആ തൊഴിലിടത്തിൽ എല്ലാവരെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇതാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്. കൃത്യമാണ്. സർക്കാരിന് മുന്നിലേക്ക് 5 ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വെക്കുന്നത്. നിങ്ങൾ അനുഭവിക്കാന്നല്ലാതെ ഞാൻ എന്താ പറയുക? അപ്പൊ നിങ്ങൾ ഞങ്ങളുടെയൊക്കെ മഹത്വം മനസ്സിലാക്കുക. അത്രയല്ലേ? ഞങ്ങളൊക്കെ എത്ര ഡീസന്റാണ്, എത്ര മര്യാദക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അത്രേ പറയുന്നില്ല. പിന്നെ ഇത് ഈ BJPയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്. ആരെ രക്ഷിക്കാനാ? CPMന്റെ MLA രക്ഷിക്കാൻ. എന്താ കഥ? BJPയുടെ കേന്ദ്രമന്ത്രി എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ തട്ടിമാറ്റിയത്? CPMന്റെ ഒരു MLA സംരക്ഷിക്കാൻ വേണ്ടി. എന്തൊക്കെയാ കാണുന്നത് നമ്മള്? ഇത്രയാണ് എനിക്ക് അത് മറുപടി. സിനിമാ കോൺക്ലേവിന്റെ നിലപാട് നേരത്തെ തീരുമാനിച്ചത് തന്നെയാണ്. ഒരു കാരണവശാൽ നടത്താൻ സമ്മതിക്കില്ല. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 5 ചോദ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്താത്തത്? കുറ്റകൃത്യം നടന്നിട്ടും നിയമലംഘനം നടന്നു, എന്നിട്ടും എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? എന്തിനാണ് മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് മുകേഷിനെ സംരക്ഷിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്.